പൊളിക്ക് സത്യേട്ടാ. വെറുതെ ചവിട്ടാൻ കാര്യമില്ല. ഞാൻ ഒറ്റ മതിൽ നിങ്ങൾ പൊളിക്കേ എന്തിന് ഇതൊക്കെ നിങ്ങളോടൊക്കെ മുമ്പ് പറഞ്ഞത് തിക്കും തിരക്കൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അതിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതേ നിങ്ങൾ 10-40 വർഷം നിങ്ങൾക്ക് ഇന്റെ ഈ പറമ്പിൽ കൂടെ നടക്കാൻ സൗകര്യം അങ്ങോട്ട് തന്നപ്പോ ഇക്കൊരാവശ്യം വന്ന് മതിലിട്ടുമ്പോ നിങ്ങൾ അങ്ങോട്ട് പൊളിക്കും പറഞ്ഞത് എവിടുത്തെ മതിൽ കെട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ അനക്കതിലെ വഴി തരുന്നു പറഞ്ഞേ? എന്താ നിക്ക് മറ്റേ അനക്ക് വഴി തരും പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ കല്ലിട്ടുണ്ട്. അനക്ക് ആവശ്യമുള്ള സമയത്ത് ഇതേനെ ചവിട്ടി കയറി ഇങ്ങോട്ട് വേണമെങ്കിൽ പോരാ ഇന്റെ കൊടുക്ക്. ഞാൻ അവിടെ റിസോർട്ടാ കെട്ടിയേക്കണായി. അവിടെ കണ്ട ഗസ്റ്റ് വന്നിരിക്കുമ്പോ എന്റെ ആൾക്കാർ ഇച്ചൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മുണ്ടും മഴക്കുത്തി വീടിയും വലിച്ചിട്ട് ഞാൻ പോവാ. അവിടെ ഒന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞാല് അവിടുത്തെ ഞാൻ വേണി ബഹുമാനിച്ചാൽ ഔദാര്യം തന്നു വെച്ചിട്ട് അതിന് മുതലെടുക്കാൻ ന്യായം ഉണ്ടാവണം. ഈ ന്യായം പറയാൻ നിൽക്കണ്ട. ഇവിടുന്ന് മൂപ്പര് ഭാഗത്ത് എന്ത് ന്യായമാണ് സൂതേട്ടനാ പറഞ്ഞത്? വഴിയുണ്ടല്ലോ അത് കൂടെ വേറെ വഴിയിടല്ല. 10-40 കൊല്ലമായിട്ട് സത്യേട്ടനും സത്യേട്ടന്റെ അച്ഛനും ഞങ്ങളും ഒക്കെ നടക്കുന്ന വഴിയല്ലേ ഇത്? അച്ഛൻ പറഞ്ഞിട്ടോ ഞാൻ പറയണത്? നിനക്ക് വകതിരിവില്ല. വീടാണ് അത് അല്ലേ? അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇതിന്റെ ഈ മതിലിന്റെ തൊട്ടപ്പുറം ഒരു ചാല് പോയർന്ന ആ ചാലിന്റെ വരമ്പത്ത് കൂടെ അല്ലേ കാക്ക ഞാൻ നടന്നത്? അതാ പറഞ്ഞത്. കാരണവന്മാരായിട്ട് തന്നെ ജനം നടക്കാൻ ഞങ്ങൾ ആരും തടസ്സം പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതെ വഴിയൊക്കെ നിങ്ങൾ കണ്ടെത്തണോ നിങ്ങളുടെ സ്ഥലത്ത്? എന്നെ കണ്ടെത്തണം. അനക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല കാക്ക. എനിക്കിതിലെ വഴി വേണം, അത്രേ ഉള്ളൂ. അനക്കിപ്പോ തന്നെ നടക്കാൻ ഒരു വഴി വേണം, അത്രേ ഉള്ളൂ. അതെ നിർത്തി. ഒരു പ്രശ്നമല്ല. കോയൊക്കെ വഴി തരാന്ന് സമ്മതിച്ചു. ഓൻ പറഞ്ഞു ഓന് തന്നെ നടക്കാൻ ഒരു വഴി വേണമെന്നാ. ഞാൻ അത് കൊടുക്കൂല. പൊളിക്കണം അങ്ങനെക്ക് അതിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാണ് നമ്മൾ ഇവിടെ കൂടിയേക്കണത്. അപ്പൊ അത് സമാധാനപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണം. ഇത് കഴിഞ്ഞാൽ എനിക്ക് വേറെ മീറ്റിംഗ് ഉള്ളതാണ്, അതാണ് ഈ പറയണതേ. അല്ലേലും മെമ്പർ വിളിച്ചോണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നേക്കണം. അല്ലാതെ ഇവന്റെ ഒക്കെ വായിലിരിക്കണ കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇവിടെ വന്നത്. നീ ആരെ വിളിക്കണ? വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണ. നീ കൈ ചൂണ്ടല്ലേടാ പോടാ. എന്താണിത്? മാന്യമായിട്ടുള്ളൊരു വർത്താനം പറഞ്ഞതിന്റെ എല്ലാം ഒലക്കാമല വർത്താനം ഇജ്ജ് പറയരുത് കേട്ടോ. അത് ആ പറയട്ടെ. അപ്പൊ സത്യേട്ട എന്താ പ്രശ്നം പറ. അപ്പൊ അത് ഈ ഒരു പക്ഷപാതം കാണിച്ചല്ലേ?
ഇന്റെ വളപ്പിൽ ഇരുന്ന് ഒരു ചർച്ച ചെയ്യണ സമയത്ത് ആദ്യം സംസാരിക്കാനുള്ള ഒരു അവസരം ഇക്കല്ലത് ഇത് എവിടെ തന്നെയാ പറഞ്ഞ അയാളുടെ പറമ്പാണെന്നും പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഞങ്ങള് കേൾക്കും. പിന്നെ വയസ്സിന് മൂത്താണ് മൂപ്പര് പറയുന്നത്. ഇവിടെ പരാതിക്കാരാണ് പരാതി ഉണ്ടല്ലേ? അല്ലല്ലോ ഇവിടെ ഇക്കും പരാതി ഉണ്ടല്ലോ. ഇതേ നിങ്ങൾ നടക്കണത് പറ്റില്ല എന്നുള്ള പരാതി മൂപ്പർക്കുണ്ട്. സ്ഥലം അടച്ച് കെട്ടിയിട്ട് അയാൾ നടക്കല്ലേ എന്ന് അത് ഈ പറയണതല്ലേ? ഞങ്ങളുടെ രേഖേണ്ടത് രാമുവിന്റെ കാലത്തുള്ള രേഖ സംസാരിക്കാൻ ഇപ്പൊ തർക്കിക്കാക്കേണ്ട ഒരു കാര്യം പറയും ഞാൻ പറയണില്ല. സത്യ അനക്ക് എന്താ പറയല ഞങ്ങളുടെ പറയും. എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങളുടെ ഉറപ്പായിരുന്നല്ല ചർച്ച അങ്ങനെ പറഞ്ഞോളി. ഇനി ഓലക്ക പറയും ഞാന് ഓളാർന്ന് ജങ്ങള് പറയുമ്പോ പറയാ എന്റെ കോയക്കങ്ങളത്തിന് മാനം മര്യാദയുടെ നമുക്ക് പണിയാ മെമ്പറെ നമുക്ക് ത്രോസിടാം. ത്രോസിടാം നമുക്ക്. ത്രോസിടല്ലേ ചാപ്പയോ പുള്ളിയോ അത് കിട്ടുന്ന ഒരാൾ സംസാരിച്ചാൽ മതിയല്ലോ. അയാളിപ്പോ ഒരു കോയിനും കടിക്കും. എന്റെ പൈസ ഒന്നുമില്ല. ഒരു ഉറുപ്പ് എടുക്കാനില്ലാത്ത മെമ്പറിനെ കൊണ്ടാ ചർച്ചക്ക് വന്നേക്കുന്നത്. പൈസ ഉണ്ടോ? ആകെ ഒരു ഉറുപ്പുണ്ട് മൂപ്പരുടെ അടുത്ത് അതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്കുന്ന അവിടെ ഇട്ടോടി. നിങ്ങൾക്ക് ഏതാ വേണ്ട പറഞ്ഞു കൊടുക്കി. ഹെഡ് വീണാ സത്യേട്ടന്. ഞമ്മക്ക് ഹെഡ് കയ്യില് വീണാ കേട്ടോ. തലയും പൂലി ഇട്ടോടി. അതെ സത്യം ജയിക്കുള്ളൂ. സത്യേട്ടൻ പറ. നിങ്ങളങ്ങാട് പറ. ഇത് തുടങ്ങുമ്പോ പറയാ ഓന്റെ പൈസ കൊണ്ടിട്ട് ഓനക്ക് തന്നെ കിട്ടുള്ളൂ. അതിന്റെ 2 വർഷം തന്നെ അതെന്തിനാണ് പറഞ്ഞോ. അതെ മെമ്പറെ, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് നടന്നിരുന്ന വഴിയാണ്. അതിലെ ഒരു ചാലുണ്ട്, വെള്ളച്ചാല്. അത് നേരെ ആ കായലിൽ വന്നിട്ട് ചാടും. അതിന്റെ വക്കാണ് ഞങ്ങൾ. അല്ല എന്തെങ്കിലും മുക്കണ്? അല്ല എന്താ മുക്കണ? എന്താണ് നിങ്ങളൊരു കാര്യം ഞങ്ങൾ പോയിട്ട് വന്നോളൂ, എന്നിട്ട് സംസാരിക്കാൻ. കുഴപ്പമില്ല പോകണ പാർക്കാന്ന് കാണാൻ ഇജ്ജ് പറയും. എന്നാ മുക്കാതിരിക്കും. എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 10 അടി വെച്ച് കഴിഞ്ഞാൽ റോട്ടിലേക്കായി. ഇങ്ങനെയാണ് പണ്ടേ ചെയ്തത്. 10, 45, 50 വർഷമായിട്ട് നടന്നുകൊടുക്കുന്ന വഴിയാണ്. ഇയാളിപ്പോ ഇവിടെ റിസോർട്ട് തുടങ്ങിയോട് കൂടിയിട്ട് ഈ വഴിയാണ് കെട്ടിയടച്ചു. അപ്പൊ ഇതിന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പാടെ ഇടപെട്ട് പറഞ്ഞു 2 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൽ വഴിയാക്കി തരാം. ഇതിപ്പോ 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, എനിക്ക് വഴിയില്ല. എടുത്തു കൊടുത്തേക്കാണ് ചാടി നടക്കാൻ. മൂപ്പരുടെ ഒരു ഔദാര്യത്തിന്റെ മുകളിൽ ഞാൻ അങ്ങനെ ആ മതില് ചാടി കിടന്നിട്ട് അത് പോന്നാർന്ന്. ഇനി എനിക്ക് മതില് ചാടാൻ വയ്യ. വേഗമുള്ള കാര്യം പറ സത്യേട്ടാ. ഇത് പുറമ്പോക്ക് ഭൂമി. ഇത് പുറമ്പോക്ക് ഭൂമി വയ്യടക്കി കെട്ടിയാണ് ഇയാള്. അതെ അതെ, അതൊക്കെ എന്റെ വാപ്പ പറഞ്ഞത് എനിക്കറിയാം. എന്റെ വാപ്പയ്ക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കോഴിക്കോട് വന്ന് താമസിക്കാൻ ഏത് കാലത്ത് വന്നിട്ടുണ്ടോ? കാലത്ത് ശരിക്കും എനിക്ക് കഥ കേൾക്കണോ? ഇവരുടെ ഇപ്പൊ ഈ സത്യന്റെ അവരുടെ ആ കുടുംബങ്ങള് അവരുടെ ആ പുരയിടങ്ങൾക്കൊക്കെ ഉള്ള വഴി എന്ന് പറഞ്ഞ ഏതാച്ചന്റെ എനിക്കറിയോ? ആ കനാലില്ലേ നമ്മുടെ ചെറിയൊരു കനാല്, നിങ്ങളും കൂടി കേൾക്കണം. ആ പാലത്തിന്റെ മുകളിൽ കൂടെ ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മരം വെട്ടിയിട്ട് തെങ്ങിന്റെ തടി വെട്ടിട്ടെടുത്ത് അതിൽ കൂടെ ആൾക്കാർ നടന്നാൽ എന്റെ അച്ഛനൊക്കെ ആദ്യം തന്നെയാണ് പശുവിനെയും കൊണ്ടുവരിക. പഴയ കാലത്ത് ഇവിടെ വന്നിട്ട് കഞ്ഞിട വെള്ളം, പശുവിനുള്ള കഞ്ഞിട വെള്ളം, മൂപ്പർക്കുള്ള കഞ്ഞിട വെള്ളം ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോവുക. അല്ല ഞാൻ പറയാണ്, അന്നത്തെ കാലം ഇന്നത്തെ കാലം കൂട്ടി പോയിക്കരുത് പറയാ. അപ്പൊ അന്നിപ്പോ ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ആര് വേണേലും പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചാണ്. ഇപ്പൊ ഒരു ആവശ്യം വന്ന് ഞാൻ മതില് കെട്ടി. അപ്പൊ നിങ്ങൾ ആ ശരിക്കുള്ള വഴി, അതിനുള്ള വഴി അതല്ലേ തെളിച്ചു കൊടുക്കണ്ടായി. അല്ല അതുകൊണ്ട് നടക്കില്ല. ആ കൽകിന്റെ അടുത്തൊരു ക്ഷേത്രം ഇല്ലേ, അതിന്റെ മുമ്പിൽ കൂടെ ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോകുന്നും പറഞ്ഞ് ദേവസ്വം ബോർഡ് തടഞ്ഞിട്ടേക്കല്ലേ. അപ്പൊ അതേനെ ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഇപ്പൊ എന്റെ ബോഡി കൂടെയാണ് വരെ നടക്കുന്നത്. കോയ മെമ്പറെ അല്ല വാർഡ് മെമ്പറെ, ഞങ്ങൾ പറയണത് സത്യസന്ധമായ കാര്യമാണ്. ഈ കോയക്കാടെ ഭൂമിയൊന്നും ഞങ്ങൾ ചോദിക്കണില്ല. പുറമ്പോക്ക് ഭൂമി കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള അവകാശം വേണം. മെമ്പറിന് അറിയാമോ, ഈ പുഴ വന്ന് നിന്നേച്ചത് ഈ പുളിമരത്തിന്റെ അടുത്തായിരുന്നു. അതിന്റെ തീരം വന്ന് നിന്നേച്ചത് ഇയാള് കല്ലും ചെളിയൊക്കെ അടിച്ചടിച്ചടിച്ച് അവിടത്തോളം നികത്തിയെടുത്ത് രേഖാമൂലം ഇപ്പൊ ഇത് പുറമ്പോക്കാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യണതിന് ഇപ്പൊ പുഴയിലാണ് സത്യത്തിൽ. നമ്മൾ വേണേ നോക്ക്, ഈ രേഖ നോക്കുക. മെമ്പർ വന്ന് ഞാൻ കാണിച്ചു. ഇതാണ് ഈ പറയണ സ്ഥലം. ഇത് കണ്ട സ്കെച്ചിലേക്ക് ഇത് ഈ ഭൂമിയുടെ സ്കെച്ചാണ്. എല്ലാവരുടെയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് റീസർവേ ഓഫീസിൽ നിന്ന് തന്നിട്ടുള്ള സ്കെച്ചാണ്. ഇത് സത്യേട്ടന്റെ സ്ഥലം, ഇത് മൊയ്തൂക്ക താമസിക്കുന്ന സ്ഥലം, ഇത് എന്റെ സ്ഥലം. എന്റെ തൊട്ട് മുമ്പിലാണ് ഈ പോങ്ങന്റെ സ്ഥലം. നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം പെരന്ന് തീർക്കുക. ഇതൊരു വൈ പ്രശ്നം തീർക്കണം. ഇവര് ഫ്രണ്ട് വശം എടുത്തിട്ട്
നമുക്ക് back വശം- കെട്ടി അടച്ചിട്ടും ബാക്കിലാണ് ഞങ്ങളുടെ സ്ഥലം എന്നാണ് പറയണത്. സാരമില്ല, ഞങ്ങൾ ഈ സൈഡിൽ കൂടി നടന്ന് ഇവിടത്തോളം മാറ്റി ഇപ്പൊ നിലവിൽ വഴിയുണ്ട്. ഈ കാണുന്ന 8 ലിൻസ് കണ്ട, ഇതാണ് ബൈ. ഇത് ഇയാൾ ഇവിടെ കെട്ടി അടച്ചിട്ട് ഇതിലെ ഞങ്ങളോട് നടക്കരുത് എന്നാ പറയുന്നത്. ഇത് മുഴുവൻ പുഴ പുറമ്പോക്ക് സ്ഥലമുണ്ട്. മെമ്പറെ ഇത് ഇവന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് കാക്കറ പൂക്കറ പടവും പഠിച്ചിട്ട് റീസർവേ ആണ് പോലെ. ഇതൊരു പോടാ. നീ വിവരക്കേട് പറയലിന് എന്റെ മന്മത. റീസർവേ ഓഫീസിൽ നിന്ന് കോപ്പി എടുത്താണ് മാഡം. ഇത് ഒറിജിനൽ ആണ്. അത് ഒറിജിനൽ തന്നെ കുട്ടിയെ, അതേമാതിരി ഒരു ഒറിജിനൽ ഇതിപ്പോ ഏത് വർഷത്തെ ഇതിപ്പോ ലൈവ് നടക്കണം. 64 മീറ്ററിനെ കണ്ടെന്താ 64 മെമ്പർ 64 കഴിഞ്ഞിട്ട് റീസർവേ കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ്. റീസർവ് ഒക്കെ എത്ര ഞാൻ കണ്ടെന്ന് വെച്ചാ ആരോടാ ഈ എന്റെ കോഴി റീസർവേലൊക്കെ ഉള്ള കളിയൊക്കെ അറിയാത്ത ആളാ ഞാന്. മെമ്പർ ഇയാൾ ഈ 65 കഥയൊക്കെ പറയണ്ടല്ലോ. ഇയാള് സത്യേട്ടന്റെ അച്ഛനൊക്കെ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ട് പറ്റിച്ച് മേടിച്ചാണ് ഇയാള് ഈ സ്ഥലമൊക്കെ. ഇതിലത് വ്യക്തമായിട്ട് പറയണ്ട് ഇത് ആരുടെയായിരുന്നു. നീ അത് പറയരുത്. ഒരു മനസാക്ഷി കാണിച്ചപ്പോ നീ അത് ചൂഷണം ചെയ്യരുത്. 10-40 കൊല്ലം ഇതിൽ നടന്നോളം പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് അവകാശമാക്കി എടുക്കരുത്. 2-3 തലമുറയായിട്ട് നടക്കണ അയാൾക്ക് നടപ്പവകാശം കൊടുക്കണ്ടേ സുധേട്ടാ? എങ്ങനെ നടപ്പവകാശം കൊടുക്കണ്ടേ? ശരി. അപ്പത്തേനും നടന്നാലും പോലെ ഇനിയിപ്പോ അതിന്റെ അവകാശം തരണമെന്ന്. അന്നൊരു കഥ കേട്ടോ. ഇതാ പാലം കണ്ടങ്ങള് അങ്ങോട്ട് നോക്ക്. ആ പാലം കണ്ടോ? 10-64 വർഷമായി ഞാൻ അപ്പൊ നമുക്കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ അവകാശമൊക്കെ തരണം വെച്ചെങ്കിൽ സർക്കാർ ആ പാലൊക്കെ എഴുതി സത്യം ഇങ്ങോട്ട് വാ. എന്താ ഞാൻ സത്യനാണല്ലോ. സത്യന് വഴി വേണം. വഴിയുടെ കാര്യത്തിൽ എത്ര നേരം സംസാരിച്ചു കൊടുക്കുന്നു ഇവിടെ? വഴി ഞാൻ മേടിച്ചു തരാം. എങ്ങനെ മേടിച്ചിരുന്നു നീ? ഒന്നുമില്ല, ഒരു 10 ലക്ഷം രൂപ വഴി നമുക്ക് എഴുതി മേടിക്കാം. എന്തിനു വെറുതെ ഞാൻ വർത്തമാനത്തിന് എന്താ പറഞ്ഞേ? അല്ല, ഒരു 10 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾ ഈ വഴി എനിക്ക് തരുന്ന് മൂപ്പര്. അതെ, ഞാൻ പറഞ്ഞു എന്നോട് ഈ വഴി കൊടുക്കാണ്ടെന്ന്. അല്ല, 10 ലക്ഷം ഉറുപ്പ്യ ഈ വഴി ഞാൻ കൊടുക്കും പറഞ്ഞു എന്നോട്. ഞാൻ കൊടുക്കണേ കൊടുക്കണ്ട. പിന്നെ നീ എന്തിനാണ് മല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തീർപ്പാവണമെങ്കിൽ ആവട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഓൻ പറയുന്ന വാക്കിന്റെ അഭിപ്രായം അല്ല കേട്ടോ. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. സത്യ ഇല്ലേലും ഇങ്ങനെ വേറൊരു അലമ്പാണ്. കച്ചടയാണ് കച്ചട. നമ്മളെപ്പോലുള്ള മാന്യന്മാർക്ക് ഇയാളായിട്ട് ഇടപെടാൻ കൊള്ളൂല. ആ കള്ളനായി പറഞ്ഞു. സത്യേട്ടാ നിങ്ങൾ ഇങ്ങോട്ട് സത്യ ഇത് സുഖമായിട്ട് നീ നിന്റെ പാട് നോക്കി പോ മന്മത. ഒരു അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇടപെട്ടു ചെല്ലിക്ക് വിട്ടോ. അഭിപ്രായം പറയാൻ വേണ്ടി അവിടുന്ന് വർത്താനം പറയാൻ മനുഷ്യനെ വയ്യെത്തിക്കാൻ വേണ്ടി വന്നേക്കാം. എന്റെ തോണിയില്ല കാലിടുന്ന സ്വഭാവം കൊണ്ട് വന്നേക്കാ. കൂടെ നിന്ന് പറ്റിക്കണവനാണ് അവൻ. അനിയനായ എന്നെ പറ്റിച്ച്. അതെ, ഇനിയിപ്പോ ഉള്ള കാര്യം പറയാം. അത് നേരില്ല കുട്ടിയെ. ഇജ്ജ് മെമ്പറാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കറിയാം, നമ്മുടെ കുട്ടിയൊക്കെ തന്നെയാണ്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. മെമ്പറല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഇനിയിപ്പോ ഇവിടുത്തെ MLA അല്ല, ഇത് സുപ്രീം കോടതി വന്നാലും ഇതാ നോക്കോ, ഇത് നടപടിയാക്കാണ്ടല്ലോ കോയ അമ്മയ്ക്കൂല കേട്ടോ. എന്താ ഈ പറഞ്ഞായി സമ്മതിക്കൂല പറഞ്ഞാൽ അമ്മയ്ക്കൂല. അങ്ങനെ വെറുതെ കിടന്ന് കെട്ടിത്തരും. ഞങ്ങൾ അങ്ങനെ നടക്കും. അതൊക്കെ വാങ്ങ് കൊടുത്ത് അസ്ര വാങ്ങ് കൊടുത്ത് നിസ്കരിക്കണം. എനിക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കണം. അങ്ങോട്ട് പോരാ. ഞങ്ങള് പൊളിക്കോട്ടെ പറഞ്ഞേര്. പറഞ്ഞോളി. ആ റൂമിൽ കൊണ്ട് പ്രതിഭയെ നൃത്തത്തിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഭാസ്കരനായിരുന്നല്ലേ? അതെ. ഭാസ്കരന് പ്രതിഭയെ ഇഷ്ടമായിരുന്നു അല്ലെ? പ്രതിഭയും കൃഷ്ണദാസുമായുള്ള വിവാഹം കഴിഞ്ഞ് 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അല്ലാ 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 അല്ലാ. എന്താ എന്താണ് എന്തേ നെഞ്ചു എനിക്ക്? അയ്യോ ഇല്ല, കുഴപ്പമില്ല. സമാധാനായിട്ടിരിക്കേ. എന്താ ചേട്ടാ? കോയാക്കൊക്കെ നെഞ്ചുവേദനാന്ന്. കോയാക്കൊക്കെ നെഞ്ചുവേദന.
സമാധാനായിട്ടിരിക്കുന്നത് സമാധാനപ്പെടി. എന്താ നെഞ്ചുവേദന എന്ന് പറയുന്നത്? എന്താ പറ്റി എന്താ പറ്റി ഞാൻ വണ്ടി വിളിച്ചു വന്നാലോ? വണ്ടി വിളിച്ചിട്ട് ഏതിലെ പോവാനാ? റോഡ് ബ്ലോക്ക് അല്ലേ, കലിങ്ക് പണിയണോണ്ട്. ഇനിയിപ്പോ എന്താക്കും? നോക്കൊരു കാര്യം ചെയ്യടാ, ഡോക്ടർ അങ്ങോട്ട് വിളിക്കാതെ നല്ലത്. എവിടുന്ന് വരാനാണ്? PSC എന്നൊക്കെ ഡോക്ടർമാർ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും സമയം വൈകും. വേറെ എന്തെങ്കിലും പോയി നോക്ക്. അയാളുടെ കണ്ണ് മറിയണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളിനെ കസേരയും ഇരുത്ത്, എന്നിട്ട് ആ മതില് പൊക്കിയിട്ട് സത്യേട്ടൻ പോണ ചെറിയ കൂടി കൊണ്ടുപോവാ. എന്ത് പ്രാന്താ ഈ പറഞ്ഞ? എങ്ങനെയാ മതിലൊക്കെ എടുത്ത് ഉണ്ണി ഇരുത്തേ പിടിച്ച് ആ കസ്റ്റമർ നീക്കടാ. നീ ഇരിക്കല്ലേ? എന്തേ ഈ മതിലെ വിളിച്ചത്? ഈ പേടിക്കണ്ട കേട്ടോ. ഓരെ പിടിന്ന് പിടിക്കണം അന്തേ. അതെ സത്യേട്ടൻ ഇപ്പുറത്ത് നോക്കണേ. മെല്ലെ മെല്ലെ പോട്ടെ. എന്താ ചെയ്യാ? ഒരു പണിയാ ചേട്ടാ, നിങ്ങളും പ്യാരും അപ്പുറത്തേക്ക് കയറി, ഞാൻ ഉണ്ണിക്കുരി ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് തരാം. രണ്ടാളും കൂടെ നിങ്ങൾ ഒക്കെ അല്ലാണ്ട് വേറെ ആളില്ലല്ലോ. മുപ്പര് നിങ്ങൾ തന്നെ കെട്ടിയ മതിലാണോ? പേടിക്കണ്ട കേട്ടോ, പേടിക്കാതിരിക്കും, പേടിക്കാതിരിക്കും, സമാധാനായിട്ടിരിക്കും. സത്യേട്ടാ, മരിച്ചു പോയാൽ ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഉണ്ണി ആ കസേര പാടി ഇങ്ങോട്ട് എടുക്ക്. പതുക്കെ പോക്ക്. ആ ചന്തി പോക്കണ, ചന്തി അവിടെ മറിച്ചിട്ടുണ്ട്. മറിച്ചിടല്ലേ മറിച്ചിടല്ലേ എന്നോട് കയറാൻ പറ്റും. അതിനെ മണി ഈ കസലിലേക്ക് അതന്നെ മണി. ഞാൻ ഒക്കെ വരാൻ പറ്റാത്ത 5-6 ആളുടെ കാലും ഇങ്ങനെ